ശ്രീ കൊട്ടിയൂരപ്പ ശരണം. ആലിംഗന പുഷ്പാഞ്ജലി. കൊട്ടിയൂരിലെ ഏറ്റവും പവിത്രമായ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി ജൂൺ 6 വ്യാഴാഴ്ചയാണ്. ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പൂജ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ രോഹിണി ആരാധനയുടെ ഭാഗമായ ആലിംഗന പുഷ്പാഞ്ജലിയാണ്. സതീദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് അതികുപിതനായി തീർന്ന് മുച്ചൂടും മുടിക്കുന്ന ശ്രീപരമേശ്വരനെ ശ്രീ മഹാവിഷ്ണു മുറുകെ കെട്ടിപ്പിടിച്ച് സാന്ത്വനിപ്പിച്ച് തപം ശമിപ്പിക്കുന്ന പുരാണ സന്ദർഭം ആണതിൻ്റെ സങ്കല്പം. കുറുമത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനമുള്ള മൂത്ത നമ്പൂതിരിക്കാണ് ആ പൂജ നടത്താനുള്ള അധികാരം. കർമ്മത്തിൽ കുറുമത്തൂർ നായ്ക്കന് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമാണ്. സ്വയംഭൂവായ കൊട്ടിയൂർ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം കിടക്കും. 1 2 5 മിനിറ്റല്ല, എത്രയോ നേരം. യഥാർത്ഥത്തിൽ ആ കിടപ്പിൽ അദ്ദേഹം മരിച്ചുപോയോ എന്ന് പോലും കണ്ടു നിൽക്കുന്ന നമുക്ക് ശങ്ക തോന്നും. അത്ര നേരം കടുകിട ചലിക്കാതെ ശ്രീ വിഷ്ണുവായി അദ്ദേഹം ശിവലിംഗത്തെ കെട്ടിപ്പുണർന്ന് കിടക്കും. എന്നിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്ന നേരത്ത് ഉയരുന്നൊരു ആരവമുണ്ട്. ദേവതാവൃന്ദം നടത്തിയ പുഷ്പവൃഷ്ടിയെ അനുസ്മരിപ്പിക്കുന്നൊരു പുഷ്പാഞ്ജലിയും. അതാണ് സുന്ദരവും ഹൃദ്യവുമായ ആരാധന. ശ്രീ ശിവനും ശ്രീ വിഷ്ണുവും തമ്മിലുള്ള ഗാഢ സൗഹൃദവും സ്നേഹവും ആണതിൻ്റെ സൗന്ദര്യം. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണു ച ഹൃദയം ശിവ. ശ്രീ ശിവന്റെ ഹൃദയമാണ് ശ്രീ വിഷ്ണു. ആ ശ്രീ വിഷ്ണുവിൻ്റെ ഹൃദയമോ ആ ശ്രീ ശിവൻ തന്നെയും. ശംഭോ മഹാദേവ. ശ്രീ കൊട്ടിയൂരപ്പ ശരണം.